വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ബേസിക് സയൻസിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? എവേ ഫ്രം ഡിസീസസ് അല്ലെ, വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ചാപ്റ്ററിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ ഇപ്പോൾ കുഞ്ഞായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റർ എന്ന് ഉറപ്പായിട്ടും 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ കിട്ടും? അതൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മിസ്സും വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ മിടുക്കുകൾക്കും നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? നമ്മുടെ ഈ പറയുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ചോദ്യവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം നമുക്ക്. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. മിസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യത്തിൽ എയും ബിയും സിയും പാർട്ടുകളുണ്ട്. അതിൽ എ പാർട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എ പാർട്ട് എന്താ പറയുന്നേ? ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിസീസസ് ഇൻടു നോക്കിയേ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? മിസ് മലയാളത്തിന്റെ ക്വസ്റ്റ്യനും ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്താണ്? പകർച്ചവ്യാധികൾ അല്ലാത്തവ എന്നിങ്ങനെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന രോഗങ്ങളെ നമ്മൾ തരം തിരിച്ചെഴുതണം. ഏതൊക്കെയാണ് രോഗങ്ങൾ എന്നൊന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. കോമൺ കോൾഡ്, ഡയബറ്റീസ്, ക്യാൻസർ, കൺജക്റ്റിവിറ്റീസ്, കോളറ, ടൈഫോയിഡ്, ചിക്കുൻഗുനിയ, ഡെങ്കു ഫീവർ, ബ്ലഡ് പ്രഷർ, ഫിലേറിയാസിസ്, ജോണ്ടിസ് അല്ലെ, റാറ്റ് ഫീവർ, ഹേർട്ട് ഡിസോർഡേഴ്സ്. ഇത്രയും കാര്യങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന രോഗങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എന്താ നമ്മൾ നോക്കുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ. എന്താണ് മക്കളെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം ഒരാളിൽ നിന്ന് ഇപ്പൊ എനിക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അത് പല വഴിയും എന്നിൽ നിന്ന് വേറൊരാളിലേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ്, അത്തരത്തിലുള്ള അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് മിസ് ഇവിടെ മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മസ്റ്റായിട്ടും മക്കള് പഠിച്ചിട്ടുണ്ടായിരിക്കണം. എക്സാമിന് ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ കോമൺ കോൾഡ് നമ്മുടെ ജലദോഷം പകർച്ചവ്യാധിയാണ്. കൺജക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആ കണ്ണിനൊക്കെ വരുന്ന അസുഖം അല്ലെ, ചെങ്കണ്ണ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. കോളറ ആയിക്കോട്ടെ, ടൈഫോയിഡ് ആയിക്കോട്ടെ, ചിക്കുൻഗുനിയ ആയിക്കോട്ടെ, ഡെങ്കിപ്പനി ആയിക്കോട്ടെ, ഫിലേറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ മന്താണ് അല്ലെ. ഇപ്പൊ മന്ത് രോഗം ആയിക്കോട്ടെ, ജോണ്ടിസ് മഞ്ഞപ്പിത്തം ആയിക്കോട്ടെ, റാറ്റ് ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലിപ്പനിയാണ്. ഇതൊക്കെ എന്താണിടാ? പകർച്ചവ്യാധികളാണ് അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പൊ ഇതൊക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം നമ്മൾ എന്താണ്, ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ ഒരു അസുഖമുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കും. കാരണം ബാക്കിയുള്ളവരിലേക്കും ഇതൊക്കെ പടരാനുള്ള അല്ലെങ്കിൽ പകർന്ന് പിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിട്ടിരിക്കണം എന്നൊക്കെ പറയല്ലേ, പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ. അപ്പൊ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലാത്തത് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികൾ അല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ബോക്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഡയബറ്റീസ് ഉണ്ടായിരുന്നു അല്ലെ, പ്രമേഹം. അത് പകർച്ചവ്യാധി അല്ല. എനിക്ക് പ്രമേഹം ഉണ്ട് എന്ന് വെച്ചിട്ട് എന്റെ അടുത്തിരിക്കുന്ന ഒരാളിലേക്ക് അത് വായു വഴിയോ അല്ലെങ്കിൽ മറ്റു ജീവികൾ വഴിയോ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല? പകരാൻ പോകുന്നില്ല, പകർന്നു പിടിക്കാൻ പോകുന്നില്ല അല്ലെ. ക്യാൻസർ അതുപോലെ തന്നെയാണ്. ബ്ലഡ് പ്രഷർ അല്ലെ, ഇതുപോലെ തന്നെയാണ്. ഹേർട്ട് ഡിസോർഡേഴ്സ്, ഹൃദ്രോഗങ്ങൾ, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? പകർച്ചവ്യാധികളല്ല. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ ചെവി വേദന ആയിക്കോട്ടെ, പല്ലുവേദന ആയിക്കോട്ടെ അല്ലെ, നമ്മൾ പറയാറില്ലേ വയറുവേദന ആയിക്കോട്ടെ, ഇതൊന്നും എന്തല്ല? പകർച്ചവ്യാധികളല്ല അല്ലെ. ഇതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഈ ഒരു ചോദ്യം ഉറപ്പായിട്ട് നമ്മൾ പരീക്ഷയിൽ പ്രതീക്ഷിക്കണം. ഇനി അടുത്ത ചോദ്യം, ഇതിൽ തന്നെ അടുത്തൊരു ചോദ്യം ഉണ്ട്, ശ്രദ്ധിച്ചേ മക്കള്. വാട്ട് ആർ പാത്തോജൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മലയാളം എന്താണ്? യെസ്, രോഗകാരികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവ ഏതൊക്കെയാണെന്ന്. അപ്പൊ നമുക്കറിയാം നമ്മൾ കുറെ പകർച്ചവ്യാധികളെ പറ്റി അല്ലേ, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റിയൊക്കെ പഠിച്ചു. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പല ജീവികളിലൂടെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ പറയുന്ന പോലെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ രോഗം പകരാറുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്നാൽ ഈ രോഗത്തിന്റെ ഒക്കെ എക്സാക്ട് കാരണക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മുടെ പാത്തോജൻസ് ആണ്, നമ്മുടെ രോഗകാരികൾ
ജീവികളാണ് ഇവരെന്ന് പറയുന്നത്. ഇവരാരൊക്കെയാണ് നോക്കിയാൽ നിങ്ങൾ? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. എന്താ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത അത്രയ്ക്ക് സൂക്ഷ്മ ജീവികളുണ്ട്. ഇവരാരൊക്കെയാണ്? നമ്മുടെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട് അല്ലെ. ഇവരൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നേക്കഡായി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാത്തജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. കാരണം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ബിക്കോസ് ദേ കോസ് ഡിസീസസ് അല്ലെ, രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് കാരണമാവുന്നുണ്ട്. അപ്പൊ ഈ സൂക്ഷ്മജീവികളെ, ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? പാത്തജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്ന് വെച്ച് ഇവരെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ല എന്നൊന്നും അല്ല കേട്ടോ. ഇവരെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അസുഖങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലെയുള്ള സൂക്ഷ്മജീവികളെ, മൈക്രോ ഓർഗാനിസത്തിനെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇവരിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്? പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ നമ്മൾ പാത്തജൻസ് എന്ന് വിളിക്കുന്നു. കഴിഞ്ഞില്ല നമ്മുടെ ചോദ്യം. നമുക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലെ. ഒന്നിൽ തന്നെ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നോക്കിയേ നിങ്ങൾ, അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് എനി 2 ways ടു പ്രിവെന്റ് മൊസ്കിറ്റോ ബ്രീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്കറിയാം പല രോഗങ്ങളും പകർന്നു പിടിക്കുന്നത് അല്ലെങ്കിൽ പടർന്ന് ഈ പറയുന്ന പോലെ എനിക്ക് വന്നൊരു രോഗത്തിനെ വേറൊരാൾക്ക് നൽകുന്നത് ആരാണ്? പലതരത്തിലുള്ള ജീവികളാണ് അല്ലെ. അതിൽ പ്രധാനപ്പെട്ട ആളല്ലേ നമ്മുടെ കൊതുക്. അപ്പൊ കൊതുക് ഇങ്ങനെ വളരുന്നത്, കൊതുക് ഇങ്ങനെ പെരുകുന്നതൊക്കെ തടയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ ആ പോയിന്റ് നമ്മൾ എഴുതി കൊടുക്കണം. എന്തൊക്കെ പറയാം നമുക്ക്? യെസ്, ഡു നോട്ട് ലെറ്റ് വാട്ടർ സ്റ്റാഗ്നേറ്റ് എനിവെയർ. എന്താ സ്റ്റാഗ്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കാൻ അല്ലെ. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒന്നും നമ്മൾ ഉണ്ടാക്കരുത്. അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. യൂസ് മോസ്കിറ്റോ നെറ്റ്, കൊതുക് വല ഉപയോഗിക്കുക. കവർ ദ എയർ പൈപ്പ് ഓഫ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിന്റെ ഒക്കെ പൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറത്തുള്ളത്. അതൊക്കെ എന്ത് ചെയ്യുക? നെറ്റൊക്കെ യൂസ് ചെയ്ത് കവർ ചെയ്യുക. ആൻഡ് ഡ്രൈ ഡേ ഒബ്സർവൻസ് അല്ലെ, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും? എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു 7 ദിവസത്തെ സൈക്കിൾ ഉണ്ടല്ലോ, അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പ്രിവെന്റ് ചെയ്യാം. ഇപ്പൊ കൊതുക് പടർന്ന് പിടിക്കുന്നത് അല്ലെങ്കിൽ കൊതുക് പെരുകിയിട്ട് ഈ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതേപോലെയുള്ള കൂടുതൽ 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 ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് അല്ലെ. അപ്പൊ എല്ലാവരും നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്തോളാം മക്കളെ. നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഇപ്പോൾ ഉള്ള മൺസൂൺ ഓഫർ കഴിയാൻ പോവാണ്. കുറച്ച് ദിവസം കൂടി അത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് പോവാം. മോഡൽ എക്സാമിനേഷൻ വരാൻ പോവാണ്. അപ്പൊ അതൊന്നും ഒരു കാരണവശാലും മക്കൾ മിസ്സാക്കരുത്. സൂപ്പർ 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 ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഒരു QR കോഡ് കാണുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്കായിട്ടുള്ള വാട്സപ്പ് ചാനലിൻ്റെതാണ്. അവിടെ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ QR കോഡ് സ്കാൻ ചെയ്യുക, കയറി വരിക. ഇപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഇമ്പോർട്ടന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാവും. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീണ്ടും സൂപ്പർ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടണടാ ഇതേപോലെയുള്ള കുറെ ക്വസ്റ്റ്യൻസുമായിട്ട്. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ മറക്കണ്ട, മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. കാണാടാ. ബൈ.